നമസ്കാരം. ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ. സ്വാഗതം ശ്രീ കാനം രാജേന്ദ്രൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ലോ അക്കാഡമി ലോ കോളേജിലെ സമരമായിരുന്നു. ആ സമരത്തോട് CPI വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ CPM ആ സമരത്തോടെടുത്ത സമീപനത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി സമരത്തോട് ഒരിക്കലും മുഖം തിരിഞ്ഞ് നിന്നിട്ടില്ലാത്ത CPMനെ പോലൊരു പ്രസ്ഥാനം ഈ സമരത്തിലൊരു നനഞ്ഞ സമീപനമാണ് എടുത്തത് എന്ന് CPI വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇതൊരു രാഷ്ട്രീയ സമരമല്ല. ലോ അക്കാഡമിയിലെ സമരം അതൊരു വിദ്യാർത്ഥി സമരമായിട്ട് തുടങ്ങിയതാണ്. അതിപ്പോൾ ഞാനതിന് മറുപടി പറയാം. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം? യഥാർത്ഥത്തിൽ താങ്കൾക്കറിയാമല്ലോ, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിദ്യാർത്ഥി സംഘടനകൾക്കും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഇത്തരമൊരു വിദ്യാർത്ഥി സമരത്തിൽ എന്ത് സ്ഥാപിത താല്പര്യമായിരുന്നു CPMനും SFIക്കും ഉള്ളത്? അത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. എന്തായാലും സ്വാഭാവികമായിട്ടും അവർക്കുടെ താല്പര്യം എന്താണ് എന്ന് അവരുമായി ബന്ധപ്പെട്ട ആളുകളോട് ഉണ്ണി ചോദിക്കുക, മനസ്സിലാക്കുക. താങ്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, പക്ഷേ പൊതുസമൂഹത്തിൽ അതൊരു സംശയത്തിനിട വരുത്തുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ സംശയം അവർക്ക് പരിഹരിക്കുന്നതിന് അവരുടേതായ മാർഗങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാനൊരു പരാമർശനവും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചാലും അത് ഞാൻ പറയാനും ഉദ്ദേശിക്കുന്നില്ല. ശരി, പക്ഷേ SFI അല്ല ഈ വിദ്യാർത്ഥി സമരം ആരംഭിച്ചത്. അതിനു മുമ്പ് തന്നെ ASFും KSUവും ABVP ഒക്കെ ചേർന്നിട്ടാണ് ആ സമരം ആരംഭിച്ചത്. പക്ഷേ SFIയുമായിട്ടാണ് ചർച്ച നടത്തി സമരം പിൻവലിക്കുക. അവിടെയാണ് പ്രശ്നം. യാദൃശ്ചികമായി മാനേജ്മെൻറ്റ് ഒരു ചർച്ച വിളിക്കുന്നു എന്ന് പറഞ്ഞു. സംയുക്ത വിദ്യാർത്ഥി സമിതിയുമായിട്ടാണ് ചർച്ച ചെയ്തത്. ഒന്നാം ദിവസത്തെ ചർച്ച ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. ഇതിന് പരിഹാരമില്ല എന്ന് പറഞ്ഞു. ചർച്ച പിരിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം കേൾക്കുന്നത് മാനേജ്മെൻറ്റ് SFIയുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങളെല്ലാം തീർന്നിരിക്കുന്നു, സമരം SFI പിൻവലിക്കുന്നു. അത് കേരളത്തിൻ്റെ വിദ്യാർത്ഥി സമരങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യം അല്ല. അതൊരു ഒറ്റുകൊടുക്കലാണോ, അതൊരു വഞ്ചനയാണോ? അതാണ് എൻ്റെ ചോദ്യം. അല്ല, വിദ്യാർത്ഥികൾ പറയുന്നത് അവരെ വഞ്ചിച്ചു SFI എന്നാണ്. അത് ആ തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഈ സമരം ഞങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് സംയുക്ത വിദ്യാർത്ഥി സമിതി തീരുമാനിച്ചു. ഈ SFI മാത്രമല്ല, ഈ സമരം നടക്കുന്ന സമയത്ത് AK സെൻട്രൽ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിട്ട് സമാന്തരമായിട്ട് പാർട്ടിയും ഒരു ചർച്ച നടത്തി സർക്കാരിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആ സമീപനത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇല്ല, അതൊക്കെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി LDFിലെ ഒരു മുഖ്യ കക്ഷി എന്നുള്ള നിലയിൽ അവരെ ഇടപെടുന്നതിലൊന്നും ഞാനൊരു തെറ്റും കാണുന്നില്ല. പ്രശ്നം പരിഹരിച്ചോ? പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ശ്രമം അവർ നടത്തി. അത് ആത്മാർത്ഥമായ സ്ഥിതി എന്താണ്? പ്രശ്നം പരിഹരിച്ചോ? CPIയുടെ നിലപാട് പരിഹരിക്കപ്പെട്ടിട്ടില്ല. വിദ്യാർത്ഥി സമരത്തിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. അതുകൊണ്ടാണ് CPI ഇന്നലെ അതിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ പരസ്യമായി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു, വിദ്യാഭ്യാസ മന്ത്രി സംയുക്ത വിദ്യാർത്ഥി സമിതിയുമായി സമരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്ത് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. അത്തരമൊരാവശ്യം രാഷ്ട്രീയമായി CPIയും ആ വിഷയം ഉന്നയിച്ചു. ഉപസമിതി അവിടെ പോയിട്ട് വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കുന്നു, ഒരു റിപ്പോർട്ട് യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ സിൻഡിക്കേറ്റ് അംഗം CPIയുടെ പ്രതിനിധിയായിട്ടുള്ള ലതാദേവി വളരെ ശക്തമായൊരു പൊസിഷൻ എടുക്കുന്നു. എന്താണ് ആ പൊസിഷൻ? ഈ അക്കാഡമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണം എന്നുള്ളതാണ്. ആ ആവശ്യത്തിൽ CPI ഉറച്ചു നിൽക്കുന്നുണ്ടോ? ASF ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ നമ്മുടെ അംഗങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ആ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി അവർക്കതിന് സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കണ്ട കാര്യങ്ങളൊന്നും നിങ്ങളൊന്നും മറച്ചു വയ്ക്കേണ്ട, അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനാണ് പറഞ്ഞത്. യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രിൻസിപ്പലിനെ മാറ്റാൻ അവകാശമില്ല. താൽക്കാലികമായി അഫിലിയേഷൻ സസ്പെൻഡ് ചെയ്യാൻ മാത്രമേ അവകാശം. അല്ല, യഥാർത്ഥത്തിൽ ഈ പ്രിൻസിപ്പൽ രാജിവെക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയത് വഴി അവർക്ക് മാനേജ്മെൻറ്റിന് ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം SFI മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ടുണ്ടോ, അതോ CPI മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഞാനങ്ങനെ പറയുന്നില്ല. അത്രയൊക്കെ ഒരു കണക്ക് കൂട്ടി ഒരു ഗൂഢാലോചനയൊക്കെ നടത്താനും മാത്രമുള്ള ഒരു രാഷ്ട്രീയം SFI യൂണിറ്റിലെ SFI നേതാക്കന്മാർക്കുണ്ടെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അല്ല, പക്ഷേ VS തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, SFI സമരം അവസാനിപ്പിച്ചതായിട്ട് എനിക്കറിയില്ല, അല്ലെങ്കിൽ പ്രശ്നം പരിഹരിച്ചതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ VS തന്നെ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് CPIക്ക് ഒരു തടസ്സം ഈ കാര്യത്തിൽ? CPI ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, രാഷ്ട്രീയ സമരമല്ല, ഇതൊരു വിദ്യാർത്ഥി സമരമാണ്. ആ വിദ്യാർത്ഥി സമരത്തെ CPI എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതല്ലാതെ അത് ഞങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് നൽകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെങ്ങനെ കാണുന്നു എന്നല്ലാതെ അതിനെ സംബന്ധിച്ചിപ്പോൾ CPI ഒരു അഭിപ്രായം പ്രത്യേകമായി ഇത് തെറ്റ് ശരി എന്ന് പറയുന്നത്
അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ ബഹുജന സംഘടനകൾ സമരത്തിലാണ്, ഞങ്ങളതിനെ പിന്തുണയ്ക്കുന്നു. അല്ലേ, ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. വെച്ചാൽ ഇതിനകത്തൊരു പൊതുമുതലിൻ്റെ പ്രശ്നം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികളുടെ സമര പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ ജാതി ചോദിക്കുന്നു, അല്ലെങ്കിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ അറ്റൻഡൻസിൻ്റെ പ്രശ്നമൊക്കെ മാറ്റിവെച്ചാലും സർക്കാർ നൽകിയ ഒരു ഭൂമി, അതിനൊരു ഗവേണിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം മൊത്തം അട്ടിമറിച്ചുകൊണ്ട് അതൊരു കുടുംബത്തിൻ്റെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കപ്പെടണ്ടേ? പരിശോധിക്കുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ച് പരാതി കിട്ടി 24 മണിക്കൂറിനുള്ളിൽ പരിശോധിക്കാനുള്ള സംവിധാനം റവന്യൂ മിനിസ്റ്റർ ഏർപ്പെടുത്തിയല്ലോ. VS അച്യുതാനന്ദനെ പോലെ സമുന്നതനായ ഒരു വ്യക്തി ഒരു പരാതി പറഞ്ഞാൽ വൈകുന്നേരം, രാത്രിയാണ് പരാതി കിട്ടിയത്, രാവിലെ അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തു. അത് കൂടുതൽ എന്ത് ചെയ്യണം? അത് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാവുമോ? കാരണം വെച്ചാൽ ഇപ്പോൾ CPM ഈ കാര്യത്തിൽ എന്തൊക്കെയോ താല്പര്യമുണ്ടെന്ന് പൊതുസമൂഹത്തിൻ്റെ ഒരു തോന്നൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇനിയിപ്പോൾ CPI തന്നെ തയ്യാറായാലും അത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ്. അങ്ങനെയൊന്നും നമ്മൾ മുൻകൂട്ടി കാണേണ്ട കാര്യമില്ല. റിപ്പോർട്ട് വരട്ടെ. കേരളത്തിൽ നിരവധി കോളേജുകൾക്ക് സർക്കാർ ഭൂമി കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇന്നൊരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇത് അതിനെല്ലാം ഒരു തുടക്കമാകും. പല കോളേജുകൾക്കും ഭൂമി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു കുടുംബാധിപത്യത്തിലേക്ക് ഒരു കോളേജും പോയിട്ടില്ല. ഇവിടെ ഇപ്പോൾ എന്താണ് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്നവർക്ക്, ഇപ്പോൾ MN ഗോവിന്ദൻ നായർ മുമ്പ് തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയതുപോലെ അത് ചീഫ് പേട്ടനായിട്ട് ഗവർണർ, അതുപോലെ പേട്ടനായിട്ട് മുഖ്യമന്ത്രി, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി, അതേപോലെ 3 ഹൈക്കോടതി ജഡ്ജിമാർ, ഇതൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെ ഗവേണിംഗ് ബോഡി സിസ്റ്റം. ഇപ്പം നമുക്കറിയാമല്ലോ, അവിടെ നാരായണൻ നായർ, കോലിക്കോട് കൃഷ്ണൻ നായർ, അദ്ദേഹത്തിൻ്റെ മക്കൾ ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പൽ, അങ്ങനെ മൊത്തത്തിലൊരു കുടുംബാധിപത്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവിടെ അപകടമുണ്ട്. അതൊക്കെ ഇപ്പോഴാണോ നിങ്ങൾ അറിയുന്നത്? നിങ്ങളൊന്നും ഈ രാജ്യത്ത് ജീവിച്ചവരല്ലേ? അല്ല, ഞങ്ങൾ അറിയുന്ന വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മതി. അല്ല, അങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധിച്ചിട്ട് അതിന്മേൽ ഗവൺമെൻറ് ഉചിതമായ നടപടി സ്വീകരിക്കാം. അല്ല, ഈ സമരത്തിലേക്ക് BJP വളരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു. അതിനെ എങ്ങനെയാണ് CPI കാണുന്നത്? യഥാർത്ഥത്തിൽ ഇതൊരു വിദ്യാർത്ഥി സമരമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ മുരളീധരനെ പോലുള്ള ആൾ അവിടെ വന്ന് നിരാഹാരം കിടക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അത് BJPയുടെ രാഷ്ട്രീയം. അല്ല, അത് തന്ത്രപരമായ കൂടിയാണ്. ആ സാഹചര്യം സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നല്ലോ. ആ സാഹചര്യം ഈ സമരം നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ഫലമായി ഉണ്ടായതാണ്. സംയുക്ത സമരസമിതിയിൽ ABVP മാത്രമേ ഉള്ളൂ. ABVPക്ക് അവിടെ ഒരു എൻട്രി വേണം എന്നുള്ളത് കൊണ്ട് ആ കുട്ടികൾ അങ്ങനെ സമരം ചെയ്ത് കാണും. അവർ ഈ ആവശ്യം ഉന്നയിച്ച് യോജിച്ച സമരത്തിൽ അവിടെയുണ്ട്. ഞങ്ങളൊക്കെ പോയപ്പോൾ അവരുടെ പന്തലിലും പോയി, മറ്റു പന്തലിലും പോയി, SFIയുടെ പന്തലിലും പോയി, എല്ലാ പന്തലിലും പോയി. അല്ല, ഈ സമരത്തെ യഥാർത്ഥത്തിൽ BJP ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന നിലയ്ക്ക് ഇടതുപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ വരുന്നതുകൊണ്ടാണ്. BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടതോടൊപ്പം നമ്മുടെ എന്തെങ്കിലും ഈ സമരം നീണ്ടുപോയതാണോ ആ രാഷ്ട്രീയ മുതലെടുപ്പിന് അവർക്ക് സമയമുണ്ടായത് എന്ന ആത്മപരിശോധന നമ്മൾ നടത്തണം. അവിടെയാണ് അതിന് ഉത്തരവാദി ആരാണ്? യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടൊരു മുതലെടുപ്പിന് BJPക്ക് അവസരം കൊടുക്കുന്ന രീതിയിൽ ഈ സമരത്തെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ്? സാഹചര്യം മാനേജ്മെൻറ്റ് സൃഷ്ടിച്ച മാനേജ്മെൻറ്റ് മാത്രമാണ്. മാനേജ്മെൻറ്റാണല്ലോ. മാനേജ്മെൻറ്റ് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്ത് ധിക്കാരവും ചെയ്യാം എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അതിനെ ചെറുക്കാൻ പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത്. അവിടെ ഇടതുപക്ഷം സംഭവിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എവിടെയാണ് ആ ചിത്രത്തിൽ വരുന്നത്? ചിത്രത്തിലേ വരുന്നില്ലല്ലോ. അങ്ങനെ വരുന്നത് എല്ലാ സമരങ്ങൾക്കും അങ്ങനെ മുന്നണി അറിഞ്ഞിട്ടോ അതിന് നടപടി സ്വീകരിച്ചിട്ടോ അല്ലല്ലോ. ഇത് ഇമ്മീഡിയറ്റായിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാനേജ്മെൻറ്റ് നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെ അതിലേക്ക് ഫോഴ്സ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ഈ നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 10-25 ദിവസമായിട്ട് ഈ സമരം നടക്കുകയാണ്. ഈ ഒരൊറ്റ കാര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കേരളം വളരെ എല്ലാ മാധ്യമങ്ങളും പൊതുസമൂഹവും ശക്തമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നിശബ്ദത പാലിക്കുന്നത്? അത് അഭികാമ്യമായ നിശബ്ദതയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ അതിനകത്ത് ഉടനെ ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രി അല്പം കൂടി നേരത്തെ വീണ്ടും ഇതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്ത് ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാം. മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിട്ടും പരിഹരിക്കപ്പെടുന്നില്ല എന്നെങ്കിൽ മാത്രമല്ലേ മുഖ്യമന്ത്രി ഇടപെടാൻ പറ്റൂ. അതിനപ്പുറം വേറൊരാളില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം വരട്ടെ എന്ന് വെച്ചിട്ടുണ്ടാവും. അല്ല, ഈ മുഖ്യമന്ത്രി പൊതുവേ ജനങ്ങളിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കുന്ന രീതി എന്തുകൊണ്ടാണ് അത്തരം ഒരു സമീപനം? അത് CPI ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമല്ലേ? നിങ്ങളുടെ ഒരു സർക്കാരിനെ അൺപോപ്പുലർ ആക്കുന്നുണ്ട്, അത് പരിശോധിക്കപ്പെടുന്നതാണ്. അത് നിങ്ങളുടെ ഒരു വിമർശനമാണ്. എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരാളാവണം മുഖ്യമന്ത്രി എന്നില്ല. അത്യാവശ്യം കാര്യങ്ങളിൽ CPI അങ്ങനെ കരുതുന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം കത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു മാസമായി മുഖ്യമന്ത്രി നിശബ്ദത പാലിക്കുകയാണ്. പിണറായി വിജയന് ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളാണ് എന്ന ധാരണ CPIക്കില്ല. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാനും അദ്ദേഹം ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. അദ്ദേഹത്തിന് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ പറ്റും.
പക്ഷേ അത് എപ്പോഴും പത്രങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. അദ്ദേഹം ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്, ഉചിതമായിട്ടുള്ള നടപടി അദ്ദേഹം സ്വീകരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 7 മാസമായല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്, ഈ സർക്കാരിനൊരു ചലനാത്മകതയില്ല എന്നൊരു പ്രതീതി ഉണ്ടാകുന്നു. ആ പ്രതീതി CPI ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടതല്ലേ, വിലയിരുത്തേണ്ടതല്ലേ? ഗവൺമെൻറ്റിന് വേഗത പോരാ എന്ന ഒരു വിമർശനം എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരെയാകാത്തതുകൊണ്ടാണ് വേഗത പോരാത്തത് എന്നുള്ള അഭിപ്രായമൊന്നും CPIക്കില്ല. അത് ഈ ഇന്നത്തെ സാമ്പത്തിക സാഹചര്യങ്ങളും ഈ സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ നമ്മുടെ ഇതിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ മേൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളാണ്. മുഖ്യമന്ത്രി മാത്രമാണ് അല്ലെങ്കിൽ മന്ത്രിസഭയിലെ മന്ത്രിമാർ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ വേഗത പോരാത്തതിൻ്റെ ഉത്തരവാദികൾ എന്ന്. ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കലയാണ്, അതുകൂടി ഉണ്ടല്ലോ ഈ കാര്യത്തിൽ. ഗവേണൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയല്ലോ വേണ്ടത് മുഖ്യമന്ത്രി. പാർട്ടി സെക്രട്ടറിമാർ ഈ കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരായിരുന്നല്ലോ. അച്യുതമേനോൻ പാർട്ടി സെക്രട്ടറി അല്ലായിരുന്നു, EMS പാർട്ടി സെക്രട്ടറി അല്ലായിരുന്നു, ഇവരെല്ലാം പാർട്ടി M.N. ഗോപനാർ പാർട്ടി സെക്രട്ടറി അല്ലായിരുന്നു. കേരളത്തിൽ പാർട്ടി സെക്രട്ടറിമാർ എത്ര ഫലപ്രദമായി ഭരണം നടത്തിയ ആളുടെ നിങ്ങൾ ഇങ്ങനെ ഒരു തിയറി എവിടുന്നാണ് കൊണ്ടിരുന്നത്? അല്ല, പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രി ആകരുതെന്നോ എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഒരു പാർട്ടി സെക്രട്ടറിയെ പോലെ പെരുമാറുന്നത് ശരിയാണോ എന്നാണ്. പാർട്ടി സെക്രട്ടറി വേറെ, മുഖ്യമന്ത്രി വേറെ. പാർട്ടി സെക്രട്ടറിമാരും ഇതൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മുഖ്യ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കും ഒരു ആത്മപരിശോധനയും സ്വയം വിമർശനവും അങ്ങനെ സ്വയം വിമർശനവും ആത്മപരിശോധന താങ്കൾ ഇത് അംഗീകരിക്കുന്നുണ്ടല്ലോ. വേഗത പോരാ സർക്കാരിന് പലതരത്തിലുള്ള വിമർശനം വരുന്നുണ്ട് എന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് ദാറ്റ് ഇസ് എ ഫാക്ട്. അതിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കുകയല്ലോ. പക്ഷേ അതിന് ഉള്ള പരിഹാരം ഞങ്ങൾ തന്നെ LDF മന്ത്രിസഭ അതിനുള്ള പരിഹാരം കണ്ടെത്തും. അല്ല, അത് ആരുടെ വീഴ്ചയാണ്? വേഗത പോരാ എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്? എവിടെയാണ് ആ വീഴ്ച സംഭവിക്കുന്നത്? 8 മാസമേ ആയിട്ടുള്ള ഈ സർക്കാർ ഭരണനിർവഹണത്തിൻ്റെ പല തലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ വേഗത നമ്മുടെ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹങ്ങൾ കടിഞ്ഞാണില്ലാത്ത കുതിരകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കടിഞ്ഞാണില്ലാത്ത കുതിരയായിട്ട് സർക്കാരിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കുറച്ചുകൂടെ വേഗം കാര്യങ്ങൾ നടക്കണം എന്ന ആഗ്രഹം ഉണ്ടാകാം. പല പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ഈ എക്കണോമിക് ക്രൈസിസ് തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാനുള്ള എക്കണോമിക് ക്രൈസിസ് ശരിയാണ്, ഒരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യം ഇപ്പം സർക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ എന്താണ് സംഭവിച്ചത്? IASകാർ സമരം ചെയ്യുന്ന സാഹചര്യം, സമരം നടന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ഇപ്പോൾ എന്താ ജനങ്ങൾക്കിടയിലൊരു തോന്നൽ, IASകാരും IPSകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഭരണം നടക്കുന്നില്ല എന്നുള്ളതാണ്. കേരളം ഇന്നുണ്ടായതാ. കേരളത്തിന് 60 വർഷമായി. കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിൽ IASും IPSകാരും എല്ലാവരും കൂടെ ഒരു പായിൽ കിടന്നുറങ്ങിയവരാണോ? അല്ലല്ലോ. ഇവരൊക്കെ വ്യത്യസ്തമായ ചില സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ സ്വീകരിക്കാറുണ്ട്. ഉത്തരവാദിത്വമുള്ള ഭരണകൂടങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കും. പിണറായി വിജയൻ്റെ അടുക്കൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം അതിൽ ഇടപെടുകയും ഇത് പരിഹരിക്കാമെന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവധി എടുക്കുന്ന നടപടിയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞത്. ഇത് ഉണ്ണി കണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാവുന്നു? സാഹചര്യം ഓൾറെഡി ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ ഈ സമൂഹത്തിൻ്റെ റിഫ്ലക്ഷനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അത് പലതരത്തിലുള്ള ആളുകൾ കാണും. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനോട് ഓരോ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പാടില്ല, ഇത് പാടില്ല എന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ടാകും. അല്ല, ഇവിടെ ഇപ്പോൾ IASകാരും IPSകാരും നമ്മളുടെ സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഫയലുകളൊന്നും നീങ്ങുന്നില്ല. വിജിലൻസ് എൻക്വയറി ഭയന്നിട്ട് ഒപ്പിടാൻ പോലും ഉദ്യോഗസ്ഥരും അടിക്കുന്ന ഒരു സാഹചര്യം പല ഓഫീസർമാരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പിടാൻ പേടിയാണ് ഫയൽ. നേരെ ചൊവ്വേ കാര്യങ്ങൾക്ക് ചെയ്യുന്നവർക്ക് ആ വലിയ പ്രശ്നമൊന്നും അല്ല. പക്ഷേ ഇതൊക്കെ ഭരണത്തിൻ്റെ ചലനാത്മകതയെ ബാധിക്കുന്നു. അത് ബാധിക്കുന്നുണ്ടാവാം. അത് ബാധിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. വേഗത പോരാ എന്ന വിമർശനം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞങ്ങളത് ഓവർകം ചെയ്യും, ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. അതിനുള്ള കരുത്തുള്ള ഒരു പ്രസ്ഥാനമാണ് LDF. അതിന് മുഖ്യമന്ത്രിക്ക് അതിന് നേതൃത്വം നൽകാൻ കഴിയും.